എല്ലാവർക്കും എൻ്റെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കെല്ല് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MT-15 ആയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി ഈ വണ്ടി കയ്യിൽ കിട്ടിട്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാമറ മറക്കും, അല്ലെങ്കിൽ ബാഗിൽ മൈക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗോപ്രോ പിടിക്കുന്ന മൗണ്ടും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സിഗ്നലിൽ നിന്നിട്ട് തന്നെ ഫുൾ വ്ളോഗും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കേട്ടോ MT-15. പക്ഷേ എന്തുകൊണ്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. എന്തുകൊണ്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊരു സ്യൂട്ടാവണ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സും ആ ഒരു ഇതൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും, പിന്നെ വണ്ടി കാണാൻ നല്ല ലുക്കാണ്, പക്ഷേ ഹൈറ്റുള്ള ഒരാൾക്ക് ചെറിയൊരു വണ്ടി പോലെ ഫീലാവും. ഞാൻ ഏകദേശം 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപേക്ഷിച്ചൊരു വണ്ടിയാണ് എനിക്കിത് പക്ഷെ ഓടിക്കാൻ വളരെ വളരെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഒരു പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മിനിറ്റ് പവറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിന് ഏകദേശം 10,000 RPM 18.4 PS പവർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 150 cc എന്നുള്ളൊരു വണ്ടീനെ എനിക്ക് ഓടിക്കുമ്പോൾ ഒരു അടിപൊളിയാണ്. കാരണം ഒരു 150 cc-നേക്കാളുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും ആ ഒരു എഞ്ചിൻ ഓടിക്കണേക്കാളും. പിന്നെ ടോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7500 RPM 14.1 Nm ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിറ്റി റൈഡിലൊക്കെ അടിപൊളിയായിട്ട് വണ്ടി എടുത്തുകൊണ്ടോ. അതായത് അത്യാവശ്യം പവർ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഒരു സാധാരണക്കാർക്ക് വളരെ അടിപൊളി വണ്ടിയാണ്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് നോക്കുമ്പോൾ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അപ്പോൾ അവനിത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു എൻ്റെ എപ്രീലിയ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണതിനേക്കാളും എത്രയും എളുപ്പമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണത്. കാരണം എൻ്റെ ഒരു വണ്ടിയുടെ ഒരു കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ പല സ്പെയേഴ്സിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിലും പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വളരെ വളരെ റേറ്റ് കുറവാണ്. പിന്നെ എനിക്ക് എപ്രീലിയ എന്നുള്ളൊരു ചിലവ് അധികം വരുന്നില്ലാത്തത് ഞങ്ങൾക്ക് ഷോറൂമുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. പിന്നെ ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 10 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ മൈലേജിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഏകദേശം 59 സംതിങ് ആണ് കമ്പനി പറയുന്നത്, 58-59. പക്ഷേ ഈ വണ്ടിക്ക് ഒരു 60 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതാണ് സാധാരണക്കാർക്കുള്ളൊരു വണ്ടി മീൻസ് ആണെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മെയിൻ്റെനൻസും വളരെ കുറവാണ്. ഇനിയിപ്പോൾ സ്പെയേഴ്സ് വേണമെങ്കിൽ സ്പെയേഴ്സിൻ്റെ റേറ്റും വളരെ കുറവാണ്. അതേപോലെ തന്നെ ഫ്യൂവൽ കപ്പാസിറ്റി ഏകദേശം 10 ലിറ്റർ ഉണ്ട്. ഇനി മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ 60 മൈലേജ്. പിന്നെ വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അടിപൊളി ലുക്ക്. പിന്നെ പവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപാര പവറും എല്ലാം കൂടിയിട്ടുള്ളൊരു സാധനമാണിത്. പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നണത് എന്താ വെച്ചാൽ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ മീൻസ് ഹാൻഡിൽ വളരെ അടുത്തായി, മീൻസ് അത് എൻ്റെ ഒരു ഫീലാവാം, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ടുള്ളൊരു തോന്നലാവാം, എനിക്കറിയില്ല. അതായത് ഹാൻഡിൽ സൈഡ് വളരെ അടുത്തേക്ക് വന്ന പോലെ, അതായത് നമ്മൾ നേരവണ്ണം തല ഉയർത്തി നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെന്തോ ഒരു സാധനത്തിൽ പോണ പോലെ, അതായത് ഫ്രണ്ടിക്കൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ പ്രശ്നമാവാം. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ അടിപൊളി വണ്ടിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഇപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രാഫിക്കിലൊക്കെ വളരെ എളുപ്പത്തിലും വളരെ ഇതിലും എടുത്തു പോകാൻ വരുന്ന വണ്ടി. അതായത് ഓവർ വെയ്റ്റും കാര്യങ്ങളും ഇല്ല. പിന്നെ വണ്ടിയിൽ വരുന്നത് ഡ്യുവൽ ഡിസ്ക്കാണ് വരുന്നത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 150 cc സെഗ്മെൻറ്റിൽ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഈ വണ്ടിക്ക് അത് വരുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മുടെ വീഡിയോ തികച്ചും സാധാരണക്കാർക്കുള്ള വീഡിയോസാണ്. അതുകൊണ്ട് ആ ഒരു ലെവലിലാവും നമ്മുടെ സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ബൈക്ക് എടുക്കുകയാണ്, എന്നാൽ ബൈക്ക് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്, പക്ഷേ മെയിൻ്റെനൻസും കാര്യങ്ങളും നോക്കുമ്പോൾ ബൈക്ക് എടുക്കാൻ ഭയങ്കര പോസ് ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും
ചൂസ് ചെയ്യാൻ പറ്റണം. മരമാക്രിയോട് ഇവിടെ ഇതാണ് കണ്ടോ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് MT-50 എന്ന് പറയണത്. ഇപ്പോൾ വരുന്ന കളർ വളരെ മോശമാട്ടോ. ഇത് ഗ്രേ കളറാണ്, ഗ്രേ ബ്ലാക്ക്, അതേപോലെ അലോയ് ഓറഞ്ച് കളറാണ് വന്നിരുന്നത്. അവനതിനെ കളർ മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ കുറേ ഊള തരത്തിലുള്ള വണ്ടികൾ വരുന്നുണ്ട്. അതായത് മറ്റേ ഗ്രീൻ കളറിലും അങ്ങനെ ഒരുമാതിരി കളറിൽ, സ്കൈ ബ്ലൂ കളറിൽ, അതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു മെക്കാനിസം പറയുമ്പോൾ വളരെ അടിപൊളിയാണ്. അതായത് നല്ല കയ്യിൽ ഒതുങ്ങണ വണ്ടി, നല്ല പവറുള്ള വണ്ടി, നല്ല മൈലേജുള്ള വണ്ടി, നല്ല ലുക്കുള്ള വണ്ടി, അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം ഇതിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഒരാളുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 സംതിങ് ഉണ്ട് വണ്ടിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഏപ്രിലിൽ ഒരു പുതിയ ഏപ്രിലിൽ എടുക്കാൻ നിൽക്കണവർ എനിക്ക് തോന്നുന്നു 160, 164 ഏപ്രിലേക്ക് വരുന്നുണ്ട് SR 160 അപ്പോൾ അതെടുക്കണ നേരം കൊണ്ട്, അല്ലെങ്കിൽ കണ്ടോ വണ്ടി തെറിച്ച് നിൽക്കുക. വല്ല മറ്റേ ട്രിഗർ വലിച്ചാൽ പോകുന്ന ബുള്ളറ്റ് പോലെ സാധനം, അത്രയും തെറിച്ച് നിൽക്കുന്ന ഒരു സാധനം. മീൻസ് പവറിൽ ഭയങ്കര അടിപൊളിയാണ്. 350 cc ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പവർ തരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 200 അല്ലെങ്കിൽ RC ഇതിനൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു കുറച്ചും കൂടി ഇതായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് നോർമൽ ഒരു യൂസ് അല്ലെങ്കിൽ നോർമൽ ഒരു റൈഡിനൊക്കെ എളുപ്പമാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയാനുള്ളത്, അതായത് ആകെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളൂ, മീൻസ് ഫോർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മീൻസ് സസ്പെൻഷൻ്റെ നമുക്കൊരു ഇതൊക്കെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്, ഹാർഡും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എനിക്ക് പിന്നെ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റാണ്. സീറ്റ് ഭയങ്കര മോശം. അതായത് ഒരു ലോങ് റൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ ഓംലേറ്റ് ഉണ്ടാകാം, അങ്ങനത്തെ ഒരു സീറ്റാണ് ഇതിൻ്റെ സീറ്റ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ, ഇപ്പം ഞാൻ ഓടിക്കുന്ന ഈ വണ്ടിയുടെ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു MT-50 എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഞാൻ നല്ല അഭിപ്രായം പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. കയ്യിൽ ഒതുങ്ങാവുന്ന വണ്ടിയാണ്, കയ്യിൽ ഒതുങ്ങാവുന്ന പൈസയ്ക്ക് ഒതുങ്ങുന്ന വണ്ടിയാണ്. മെയിൻ്റെനൻസ് അധികമില്ല. ഒരു 1 ലിറ്ററൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് പോയോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് MT-50 എടുക്കാം. പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡും തരുന്നൊന്നും ഞാൻ എടുക്കാൻ പറയുന്നില്ല. ഫ്രഷിൻ്റെ കാര്യമാണ് ഞാൻ എപ്പോഴും പറയണത്. കാരണം സെക്കൻഡ് യൂസ്ഡ് വണ്ടികളൊന്നും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രഷൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാവുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇനിയും പല വണ്ടികളായിട്ട് വരും. നമ്മളിപ്പോഴാണ് കുറച്ച് വണ്ടികളായിട്ട് വരാൻ തുടങ്ങിയത്. കാരണം കുറച്ച് കാലം മുന്നേ വരെ ഞാൻ ഏപ്രിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. കാരണം വണ്ടികളൊന്നും കിട്ടിയിരുന്നില്ല. ആരുടെയും വണ്ടികൾ ചോദിച്ചു പോയി കഴിഞ്ഞാൽ അവർ ആട്ടിവിടും. അപ്പോൾ പിന്നെ അതിന് പോകാൻ നിന്നില്ല. അല്ലെങ്കിൽ ചിലവർ പറയും ബ്രോ നാളെ വന്നാൽ മതി പറയും. നാളെ വന്നു കഴിഞ്ഞാൽ പറയും ബ്രോ ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ്, അപ്പോൾ പിന്നെ വണ്ടി തരാമെന്ന്. അപ്പോൾ പോയി ഇപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസ് ഇടും. വണ്ടികൾ കിട്ടിയില്ലെങ്കിൽ മുഞ്ചി ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എന്തായാലും വീഡിയോസായിട്ട് നമ്മൾ വരും. പിന്നെ അളിയനൊരു ഹിമാലയൻ എടുത്തെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിമാലയൻ ഒന്ന് ഓടിച്ചു നോക്കാൻ കേരളത്തിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ MT-നെ പറ്റി പറയുകയാണെങ്കിൽ അപാര വണ്ടിയാണ്. എനിക്ക് സീറ്റ് മാത്രമേ ഒരു കുഴപ്പം തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സീറ്റ് ഒന്ന് കസ്റ്റം ചെയ്ത് ഓക്കെ ആക്കിയാൽ അടിപൊളിയാവും. അല്ലാതെ വണ്ടിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ I am Iskal. I'm winding up from this video. Bye guys.